പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് JCNDSD എന്ന ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ കഴിഞ്ഞ ചില ആഴ്ചകളായി നടത്തിവരുന്ന വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന പല സന്ദേശങ്ങൾ, പല സംശയങ്ങൾക്ക് ഒരു പരിഹാരം എന്ന വിധം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഞങ്ങൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ കർത്താവിന്റെ ദാസന്മാര് അതിനായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും അതിനുവേണ്ടി ഈ JCNDSD ഗ്രൂപ്പിലെ അഡ്മിന്മാര് തയ്യാറായി കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് ഈ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും മാന്യ സ്നേഹിതർക്ക് വളരെ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഫോൺ സന്ദേശവും ഞങ്ങളെ മെസ്സേജിൽ അറിയിക്കുന്നതും ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് വളരെ സന്തോഷം അതിൽ ഉണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ ആനന്ദമുണ്ട്. കാരണം ഞങ്ങൾ അതിൽ പരം ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സംശയങ്ങൾ തീരുക, യഥാർത്ഥ ക്രിസ്ത്യാനിയാകുക, ക്രിസ്ത്യാനിത്വം എന്താണ്, ക്രിസ്തീയ സഭകളിൽ നടക്കേണ്ടത് ഏതെല്ലാം നിലകളിലാണ്, അതുപോലെ തന്നെ ക്രിസ്തീയ ഉപദേശങ്ങൾ എന്താണ്, സത്യോപദേശം എന്താണ്, വ്യാജോപദേശം ഇപ്പോൾ നടക്കുന്നത് എന്താണ്, ഇത്യാദി വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വീണ്ടും ഇന്ന് ഒരു 3 ചോദ്യവുമായിട്ടാണ് കടന്നു വരുന്നത്. ആ 3 ചോദ്യത്തിന് ഉത്തരം പറയുന്നത് കോട്ടയത്ത് പ്രവർത്തിക്കുന്ന, കർത്താവിന്റെ വേലയിൽ പ്രവർത്തിക്കുന്ന, ടൗണിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസ് വർഗീസ് അതിന് ഉത്തരം പറയുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന പ്രിയ വിൻസൻ ബ്രദർ, എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാരംഭത്തിൽ പ്രിയ ജോസ് വർഗീസ് പാസ്റ്ററോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇവിടെ കത്തോലിക്ക സഭയിൽ നടന്നു വരുന്ന എല്ലാ ആഘോഷങ്ങളും ജാതികളുടെ ആഘോഷങ്ങളുമായിട്ട് വളരെ ബന്ധമുണ്ട്. അങ്ങനെ ജാതികൾ എന്തെല്ലാം ആഘോഷങ്ങൾ ഇവിടെ നടത്തുന്നുണ്ടോ അതെല്ലാം ഈ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരുന്നു. കത്തോലിക്ക സഭ മറ്റൊരു പേരിലോ മറ്റൊരു യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. എന്താണ് ഇതിന് കാരണം? ജാതികളുടെ ഉപദേശങ്ങളെല്ലാം കത്തോലിക്ക സഭയിലേക്ക് വന്ന് അവരതിനെ താലോലിച്ചു പോകുന്നു. എന്താണ് ഇതിന് കാരണം? അതിനൊരു മറുപടി പ്രിയ ജോസ് വർഗീസ് പാസ്റ്റർ നൽകുവാൻ ആഗ്രഹിക്കുന്നു. വളരെ നല്ലൊരു ചോദ്യമാണ് പാസ്റ്റർ ചോദിച്ചത്. നമ്മളിൽ പലരും വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചോദ്യചിഹ്നമായിട്ടുണ്ട്. എന്നാൽ സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കത്തോലിക്കരും അല്ലെങ്കിൽ കത്തോലിക്കരെ പോലെയുള്ള മറ്റ് പട്ടത്ത സഭകൾ, മാർത്തോമ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ, അവരും കത്തോലിക്കരുമാണ് പൊതുവിൽ പെരുന്നാളുകൾക്ക് വേണ്ടി ഉത്സവങ്ങളും അതുപോലെ തന്നെ ഈ ബിംബാരാധനകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളത് അവർക്കാണ്. അപ്പോ ഇവിടെ എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് കറുത്ത വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇവർക്ക് വെളുത്ത വിഗ്രഹങ്ങളുണ്ട്. അവർക്ക് വെച്ചൂട്ടും നേർച്ചയുണ്ടെങ്കിൽ ഇവർക്കും അതുണ്ട്. അവർക്ക് കാവടി എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അമ്പ് പെരുന്നാളുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ പെരുന്നാളിന്റെ ഏറ്റവും വലിയൊരു വിശേഷമാണ് അമ്പ് പെരുന്നാൾ. ഈ പെരുന്നാൾ ദിനങ്ങളിലൊക്കെ മിക്കവാറും തന്നെ അടിപിടിയും കത്തിക്കുത്തും ഒക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെയെല്ലാം ഈ മദ്യം അതുപോലുള്ള മറ്റ് കാര്യങ്ങൾ, തീറ്റ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ എല്ലാ ആരാധന രീതികളും പോകുന്നത്. അത് അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും ഇതെല്ലാം കേരള കത്തോലിക്ക സഭയിലാണ് നമുക്ക് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത്. വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള കത്തോലിക്ക സഭയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ളതുപോലെ ഒരു എല്ലാവരും തമ്മിൽ ഒരുപോലെയുള്ള, അതായത് അവർക്ക് ഒരു ഉത്സവത്തിന്റെ സീസൺ ആണെങ്കിൽ ഇവിടെ പെരുന്നാളിന്റെ സീസണാണ്. യൗസേപ്പ് പിതാവിന്റെ പെരുന്നാള്, മാതാവിന്റെ പെരുന്നാള്, പിന്നെ അന്തോനിസിന്റെ പെരുന്നാള്, സെബസ്ത്യാനോസിന്റെ പെരുന്നാള്, അമ്പ് പെരുന്നാള്, കഴുന്ന് പെരുന്നാള്, പിന്നെ ഒരു 3 വിഗ്രഹങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ അവർക്ക്, അതായത് ഗീവറീസ് പുണ്യവാളൻ.
അതായത് ഇഴജാതിയും നാൽക്കാലിയും ഇരുകാലിയും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു വിഗ്രഹം നമുക്കറിയാം. കേരളത്തിലെ പ്രത്യേകിച്ച് അരുവിത്തറ, ഈരാറ്റുപേട്ടയിലുള്ള അരുവിത്തറ പള്ളി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ എല്ലാം പെരുന്നാളുകൾ കോമൺ ആണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ ഒഴികെ ഹിന്ദുക്കൾ മുഴുവനായും ഈ ഇവിടെയുള്ള ഇവരുടെ ഉത്സവങ്ങൾ, ഇവരുടെ ഈ പള്ളി പെരുന്നാളുകൾ സംബന്ധിക്കും. കാരണം ഒരുപാട് ആളുകൾ അവിടെയും ചെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യവും ഒക്കെ നേടുന്നുണ്ട്. ഇവര് ക്രിസ്ത്യാനികൾ അധികവും ഹിന്ദുക്കളുടെ ആരാധന ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോകുന്നില്ലെങ്കിലും മാതാവ്, പിന്നെ ഈ അന്തോണീസ് പുണ്യവാളൻ, അതുപോലെ തന്നെ ഗീവനീസ് പുണ്യവാളൻ എന്ന് പറയുന്നത് ഈ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ അനുഗ്രഹദായകനായിട്ട് വർത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ബുദ്ധിപൂർവമായിട്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഈ രണ്ട് സ്ഥലത്തും പ്രവർത്തിക്കുന്നത് ഒരേ ആത്മാവ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരുവന്റെ ആത്മാവാണ് ഈ രണ്ട് സ്ഥലത്തും വെളുത്ത വിഗ്രഹങ്ങളിലും കറുത്ത വിഗ്രഹങ്ങളിലും ഉള്ളത്. ഇവിടെ ഉത്സവങ്ങളിലും അവിടെ പെരുന്നാളുകളിലും ഉള്ളത് യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. കാരണം ഇതെല്ലാം പരമ്പരാഗതമായി ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കത്തോലിക്കരും ഇവിടുത്തെ ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും അഡോപ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പൊ കേരളത്തിലെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടും ജാതീയ സമ്പ്രദായങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ കത്തോലിക്ക സഭയും അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ സംഘടിപ്പിക്കപ്പെട്ട് വന്നിട്ടുള്ളത്. അവരുടെ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും കടം കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവരുടെ തമ്മിൽ വ്യത്യാസമില്ലാത്തത്. ഇവരുടെ വ്യത്യാസം ആകെപ്പാടെ നിറത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവർക്ക് അമ്പലത്തിൽ മേൽശാന്തി ഉണ്ടെങ്കിൽ ഇവിടെ പുരോഹിതനുണ്ട്. അപ്പോ അവർക്ക് അതിനകത്തേക്ക് മുണ്ടെടുത്ത് മേൽമുണ്ട് ഇല്ലാതെ കയറാൻ പറ്റുള്ളെങ്കിൽ ഇവിടെ നല്ല വസ്ത്രം ധരിച്ചു പോകണം എന്നുള്ള വ്യത്യാസമൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പൊതുവില് ഇവരുടെ എല്ലാവരുടെയും രീതികൾ ഒന്ന് തന്നെയാണ്. അതും ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരു സ്കോപ്പുമില്ല എന്ന് മാത്രമല്ല, നമ്മൾ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ തന്നെ നമ്മൾ ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോകളിൽ ഇവർക്ക് പോയി കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ എനിക്ക് പറയാൻ വന്നത്രേ ഉള്ളൂ, ജാതീയ പശ്ചാത്തലത്തിലാണ് കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ പൊതുവിൽ ഈ മൂന്ന് സഭകളുടെ ആരാധനയും അതുപോലെ തന്നെ അവരുടെ അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും ഉത്സവങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതെല്ലാം അവര് ജാതീയ സമുദായത്തിൽ നിന്ന് കടം കൊണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇവർ തമ്മിൽ ഒരു നല്ല ഐക്യമുണ്ട്. കത്തോലിക്കരും ഹിന്ദുക്കളും തമ്മിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ പെന്തക്കോസ്തുകാരും ഹിന്ദുക്കളും തമ്മിലും പെന്തക്കോസ്തുകാരും മുസ്ലിങ്ങളും തമ്മിലൊക്കെ പ്രശ്നമുണ്ട്. കാരണം എവിടെയാണ് വചനം ഒരു മാറ്ററായിട്ട് വരുന്നത് അവിടെയാണ് ഈ പ്രശ്നമുള്ളത്. ഇത് തൃപ്തികരമായ ഒരു മറുപടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസൻ വ്യക്തമായിട്ട് അതിന് മറുപടി തന്നു. ജാതികളിൽ നിന്ന് കടമെടുത്തതാണ് ഈ കത്തോലിക്ക സഭയിൽ നടക്കുന്ന ഈ ആചാരങ്ങൾ, ആഘോഷങ്ങൾ ഒക്കെ എന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞുവല്ലോ. നമുക്കറിയാം, യിരെമ്യാ പ്രവചനം 10-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത്, ജാതികൾ ആകാശത്തിൽ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും കർത്താവിന്റെ ദാസനിലൂടെ വ്യക്തമായിട്ടുള്ള ജാതികളിൽ നിന്ന് കടമെടുത്തത് കൊണ്ടാണ് ഇത് രണ്ടും ഒന്നായിട്ട് തീരുന്നത്. അത് അതിനെ ശ്രദ്ധിക്കണമെന്നും കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ. കാരണം ഉദാഹരണമായി ചില പള്ളികളിലൊക്കെ അവരുടെ പെരുന്നാളിന് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ചെല്ലുന്നു, ക്രിസ്ത്യൻസും ചെല്ലുന്നു. അപ്പോൾ ക്രിസ്ത്യൻസ് ഹിന്ദുക്കളും എല്ലാം ഒരേ രീതിയിൽ അവിടെ ആരാധിക്കുന്നു, നേർച്ചകൾ കൊടുക്കുന്നു, ആഘോഷിക്കുന്നു, കടന്നു പോകുന്നു. അപ്പൊ ഇത് ജാതികളിൽ നിന്ന് കത്തോലിക്ക സഭ കടമെടുത്തതാണ്. ഇത് ക്രിസ്ത്യാനിത്വമല്ല, ബൈബിൾ പ്രകാരമുള്ളതല്ല, അത് തികച്ചും ജാതീയമാണ് എന്നുള്ള ആശയം കർത്താവിന്റെ ദാസനിലൂടെ നൽകി. ഇനി രണ്ടാമത്തെ എന്റെ ചോദ്യം ഇതാണ്. 10 കൽപ്പനകൾ, വിശുദ്ധ ബൈബിളിൽ പറയുന്ന 10 കൽപ്പനയും കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ പറയുന്ന 10 കൽപ്പനയും തമ്മിൽ വളരെ വ്യത്യാസമായിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഈ 10 കൽപ്പന, ബൈബിളിലെ 10 കൽപ്പനയും അവരുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്ന 10 കൽപ്പനയും ഇങ്ങനെ രണ്ടായി തീരാനായിട്ട് കാരണം എന്താണ് എന്ന് കർത്താവിന്റെ ദാസൻ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. വളരെ അത്യാവശ്യമുള്ള, ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ കാര്യഗൗരവമുള്ള ഒരു ചോദ്യമാണ് പാസ്റ്റർ ചോദിച്ചത്. ഇന്ന് കത്തോലിക്ക സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല ആളുകൾക്കും അറിയാൻ കഴിയാത്തതും, എന്നാൽ കത്തോലിക്കരുടെയും
POC ബൈബിളിലും ഒരുപോലെ നമ്മുടെ സത്യവേദ പുസ്തകത്തിലും ലോകത്തിലുള്ള മറ്റ് ഇതര ബൈബിളിലും 10 കൽപ്പനയെ സംബന്ധിച്ചുള്ള ഉപദേശത്തില് കൃത്യമായ രേഖകളാണ് POC ബൈബിളിൽ ഉള്ളത്. എന്നാൽ POC ബൈബിള് നമുക്കറിയാം, ബൈബിൾ ഒരു കുറച്ചു കാലങ്ങൾക്ക് അപ്പുറം ഒരു 1964 ബൈബിള് വായിക്കാൻ അൽമായർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല കത്തോലിക്ക സഭയിൽ. പിന്നീട് കത്തോലിക്ക സഭ ഒരു ബൈബിൾ ഉണ്ടാക്കിയത് തന്നെ 1982 അവരുടെ ബൈബിളിന്റെ ഫുട് നോട്ടിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എക്യൂമെനിക്കൽ മൂവ്മെന്റോടുകൂടിയാണ് മലയാളത്തിൽ ഒരു സമ്പൂർണ്ണ ബൈബിൾ കത്തോലിക്ക സഭ ഇറക്കാൻ പരിശ്രമിച്ചത്. പക്ഷെ പിന്നീട് അതിന്റെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അപ്പോക്രിഫ എന്ന് പറയുന്ന പുസ്തകങ്ങൾ ഇതിനോട് ആഡ് ചെയ്യുന്നതിൽ അന്നത്തെ ബൈബിൾ സൊസൈറ്റിയിലുള്ള CSI മറ്റ് സഭകൾ യോജിക്കാതെ വന്നപ്പോൾ അവര് ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയിട്ട് പിന്നീട് കത്തോലിക്കർ തന്നെയാണ് അവരുടെ ബൈബിൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും പിന്നെ മറ്റ് ബൈബിളിൽ നിന്ന് വ്യത്യാസമായിട്ട് 7 പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തതും. അപ്പൊ നമ്മുടെ ഈ പ്രധാന ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് എന്ന് പറയുന്നതാണ് കത്തോലിക്ക സഭയുടെ മതബോധനം സംബന്ധിച്ച് അല്ലെങ്കിൽ മതപഠനം സംബന്ധിച്ചുള്ള അടിസ്ഥാന ഗ്രന്ഥം. അവരെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് അവരുടെ ആരാധനാക്രമത്തിന്റെയോ അല്ലെ ശുശ്രൂഷയുടെയോ അടിസ്ഥാന ഗ്രന്ഥമല്ല. എന്നാൽ നമുക്കറിയാം ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം മാത്രമേ ഉള്ളൂ. മുസ്ലിമിന് ഖുറാൻ മാത്രമല്ല, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നബിചര്യകൾ ഉണ്ടെങ്കിലും ലോകത്തിൽ ഒരുപക്ഷെ ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമാണ് മറ്റ് ഒരു പുസ്തകങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഒരു സ്റ്റാൻഡ് അലോൺ ഒരു ഡിവൈൻ ബുക്കിന്റെ ഒരു ദൈവത്താൽ നൽകപ്പെട്ട ഒരു പുസ്തകത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള നിലനിൽപ്പുള്ളൂ. അപ്പൊ ലോകത്തിൽ അംഗസംഖ്യയിൽ കത്തോലിക്ക സഭ ഏറ്റവും വലിയ സംഖ്യയുള്ള വിഭാഗമാണെങ്കിലും അവരുടെ മതബോധനം എന്ന് പറയുന്നത് ഒരു കത്തോലിക്കൻ മുൻപായിരുന്നതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും. കാരണം ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ആദ്യ കുർബാന സ്വീകരണം എന്ന് പറഞ്ഞൊരു പരിപാടി ഉള്ളത്. അപ്പൊ ആ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ 7 വയസ്സ്, ചില കുട്ടികൾക്ക് 8 വയസ്സിൽ. ഈ 8 വയസ്സിൽ ഉള്ള സമ്മർ വെക്കേഷനിലെ ഒരു 2 മാസത്തെ ഒരു മതപഠന ക്ലാസ് ഉണ്ട്. ഈ മതപഠന ക്ലാസ്സിന് ശേഷമാണ് വെള്ളയും കറുത്തും നിക്കറൊക്കെ ഇട്ട് തലയിൽ മുടി ചൂടി നിന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്നതും പിന്നെ തലയിൽ ഒരു തൈലം തളിച്ച് തൈലലേപനം എന്ന് പറഞ്ഞ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ശുശ്രൂഷ ആരംഭിക്കുന്നത്. അവിടെയാണ് ആക്ച്വലി മതബോധനം എന്ന് പറയുന്ന ഒരു കാര്യം ക്രിസ്ത്യാനി ആരംഭിക്കുന്നത്. അത് പിന്നീട് അതോടുകൂടി കഴിയുന്നു. പിന്നെ നമ്മൾ ചിലരൊക്കെ 10ാം ക്ലാസ് വരെയുള്ള സൺഡേ സ്കൂളിൽ പോകും, പിന്നെ ചിലർ നിർത്തും. അതൊരു മാൻഡേറ്ററി ആയിട്ടൊരു കാര്യം അവിടെ ഇല്ല. പക്ഷേ അവരുടെ മതബോധന ഗ്രന്ഥത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഉപദേശങ്ങളിൽ പോലും 10 കൽപ്പന ഇല്ല എന്നുള്ളതാണ്. അവരുടെ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണവും കത്തോലിക്ക സഭയുടെ കടംപ്പെട്ട ദിവസങ്ങളും കത്തോലിക്കൻ എന്നുള്ള നിലയിൽ ആചരിക്കേണ്ടുന്ന കടമായി കിടക്കുന്ന കാര്യങ്ങളും അതുപോലെ കത്തോലിക്ക സഭയുടെ ഹയരാർക്കി അനുസരിക്കുന്നതും അവരുടെ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ മതപരമായ മത അധ്യക്ഷന്മാരുടെ സ്ഥാനവും പദവികളും എന്നുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചും അതിന്റെ കെട്ടുറപ്പിനെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളും കൗദാശികപരമായ അല്ലെങ്കിൽ കൂദാശ ഉൾപ്പെട്ട് നിന്നുള്ള ഒരു കൗദാശിക ജീവിതത്തിൽ ഒരു കത്തോലിക്കൻ പാലിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങളുടെ ഭാഗമായി വളരെ അപ്രധാനമായ ഒരു കാര്യമായിട്ടാണ് കത്തോലിക്ക സഭയുടെ ഈ കൽപ്പനകളിൽ അല്ലെങ്കിൽ മതബോധന ഗ്രന്ഥത്തിൽ ഈ 10 കൽപ്പനകൾ വരുന്നത്. ഈ 10 കൽപ്പനകളിലാകട്ടെ നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയും നമുക്ക് 10 കൽപ്പനകൾ കാണുന്നതിൽ 2ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് മീതെ ആകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ ജലത്തിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയോ രൂപമോ വിഗ്രഹമോ ഉണ്ടാക്കുകയോ വെക്കുകയോ വണങ്ങുകയോ അരുത് എന്നുള്ളതാണ് 2ാമത്തെ കൽപ്പന. ഈ 2ാമത്തെ കൽപ്പനയും കത്തോലിക്കരുടെ POC ബൈബിളിലുണ്ട്, 2ാമത്തെ കൽപ്പനയായിട്ട് തന്നെയുണ്ട്. പക്ഷെ എത്ര കത്തോലിക്കന് ബൈബിൾ തുറന്നു നോക്കിയുള്ള പാരമ്പര്യമുണ്ട്? പല വീടുകളിലും ഇത് അവര് ഒരു കുരിശ് വരയ്ക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങിന് മുമ്പ് മുട്ടുകുത്തുമ്പം അവിടെ തിരികെത്തിക്കുന്ന ഒരു പീഠത്തെങ്കിൽ ഈ സാധനം പൊടി പിടിച്ചിരിക്കുകയല്ലാതെ ഇത് തുറന്നു നോക്കുന്ന ആരുമില്ല. അപ്പം അങ്ങനെ ഈ ഒരു നിവേദ്യം പോലെ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്നതല്ലാതെ ഈ സാധനം തുറന്നു നോക്കിയിട്ടില്ലാത്തത് കൊണ്ട് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് അവർക്കൊരു അറിവില്ല. എന്നാൽ കത്തോലിക്കരെ സംബന്ധിച്ച് അവർക്ക് വിഗ്രഹങ്ങൾ വെച്ചുള്ള വണക്കവും
വിഗ്രഹങ്ങൾ സ്ഥാപിച്ചുള്ള പെരുന്നാളുകളും ഈ വിഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഓരോ നാമധാരികളായ ആളുകളുടെ പേരിലുള്ള പള്ളിയും സ്ഥാപനങ്ങളും ഉള്ളിടത്തോളം കാലം ഈ രണ്ടാമത്തെ കൽപ്പന അടിസ്ഥാന ഉപദേശമായി പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് തന്നെ ഹാനികരമാകുന്ന ഒരു കാര്യം ചെയ്യാൻ അവർ മുതിരുകയല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കൽപ്പന വിസ്മൃതിയിൽ ആഴ്ത്തിക്കളയുകയാണ് അവർ ചെയ്തത്. അങ്ങനെ രണ്ടാമത്തെ കൽപ്പന 10 കൽപ്പനകളിൽ നിന്ന് രണ്ടാമത്തെ കൽപ്പന മാറിയപ്പോൾ 10ാമത്തെ കൽപ്പനയുടെ സ്ഥിതി വന്ന് അത് 9ാമത്തെ കൽപ്പനയായി മാറി. അപ്പൊ 9ാമത്തെ കൽപ്പന 9 കൽപ്പന കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ 10ാമത്തെ കൽപ്പന പിരിച്ചുകൊണ്ട് അവര് 2 കൽപ്പനകളാക്കി മാറ്റി. 10ാമത്തെ കൽപ്പനയിൽ നമുക്ക് കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഭാര്യയും അവന്റെ ദാസനെയും ദാസിയും അവന്റെ കാളയും കഴുതയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് എന്നുള്ളതിന് പകരം കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുന്ന ഒരു കൽപ്പനയും അത് 9ആയി നിലനിർത്തി. പിന്നീട് ശേഷമുള്ള അതിന്റെ 2ാമത്തെ ഭാഗം എടുത്ത് 10ാമത്തെ കൽപ്പനയാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാറ്റിയിട്ട് 10നെ ഡിവൈഡ് ചെയ്ത് 10 കൽപ്പനയാക്കി തീർത്തു. ഇങ്ങനെയാണ് കത്തോലിക്ക സഭ 10 കൽപ്പനകൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ പെരുന്നാളുകൾക്കും അവരുടെ സഭയുടെ, നമുക്കറിയാം, അവരുടെ ഏറ്റവും വലിയ റവന്യൂ വരുന്നത് ഈ വിശുദ്ധന്മാരുടെ കുരിശടിയിൽ നിന്നും അവർക്ക് പ്രത്യേക പ്രാധാന്യമുള്ള അവിടെ പോയി പ്രാർത്ഥിക്കാൻ അച്ചട്ടായിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നിടത്ത് കാശ് വീഴ്ത്തുന്ന പല ഈ വിശുദ്ധന്മാരിൽ തന്നെ കാശ് ഏറെ വീഴിക്കാൻ ശേഷിയുള്ള ആളുകളുണ്ട്. അവരുടെ പള്ളികളിൽ നിന്നാണ് ഇവർക്ക് കൂടുതൽ വരുമാനം വരുന്നത്. മാത്രമല്ല ഇവരുടെ എല്ലാം പേരിൽ സെമിനാരി, കോൺഗ്രിഗേഷൻ ഒക്കെ ഉണ്ട്. എന്നാൽ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ബൈബിളിൽ ആകെ നമുക്ക് ഏക സത്യ ദൈവമേ ഉള്ളൂ. അതിൽ ബൈബിളിൽ പറയുന്ന വിശുദ്ധന്മാരുടെ സ്ഥാനം എന്ന് പറയുന്നത് അന്നും ഇന്നും ദൈവം അതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെയാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നതെങ്കിൽ, കത്തോലിക്ക സഭ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് മരണശേഷമാണ്. നിലവിലുള്ള പോപ്പ് ലഭ്യമായ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വിശുദ്ധന്മാരെ സൃഷ്ടിക്കുകയാണെങ്കിൽ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധന്മാരെന്ന് പറയുന്നത് ദൈവം അതിനനുസരിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനികളെയാണ് വിശുദ്ധന്മാരെന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ കത്തോലിക്ക സഭ ചെയ്തു വെച്ച ഏറ്റവും വലിയ ഒരു പാപമാണ് ദൈവവചനം വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ കൽപ്പനയായ 2ാമത്തെ കൽപ്പന അവരുടെ മതബോധനത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ വിശ്വാസികളുടെ അടിസ്ഥാന ഉപദേശത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞത്. ഇത് പണം ഉണ്ടാക്കാനും അവരുടെ ആരാധനാ ക്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിന്റെ പേരിൽ വിഗ്രഹങ്ങളെ വെച്ചുള്ള പ്രദക്ഷിണവും അതുപോലെ വെച്ചുള്ള പിരിവും ഇതിനെല്ലാം വേണ്ടിയാണ് ഈ 2ാമത്തെ കൽപ്പന അവർ ബോധപൂർവം അവരുടെ ഉപദേശ പ്രമാണത്തിൽ നിന്നും മതബോധന ഗ്രന്ഥത്തിൽ നിന്നും എടുത്തു മാറ്റിയതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പൊരിക്കലും ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ വളരെ ഹ്രസ്വമായിട്ട് ചെയ്യുന്ന ഒരു ഇതായതുകൊണ്ട്, കുറച്ച് സമയം കുറവായതുകൊണ്ട് ഒരു പക്ഷേ അത് ശ്രദ്ധിക്കപ്പെടുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഒരുവിധം ഈ കാര്യം വ്യക്തമായി പറയാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമായിട്ട് കർത്താവിന്റെ ദാസനിലൂടെ നാം കേട്ട് കഴിഞ്ഞു. ബൈബിളിലെ 10 കൽപ്പനയും കത്തോലിക്ക സഭയിലെ 10 കൽപ്പനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് കേട്ടുവല്ലോ. ബൈബിളിൽ പറയുന്ന 10 കൽപ്പനയിൽപ്പെട്ട ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമ നിങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള കൽപ്പന മാറ്റിയതിനു ശേഷം 10ാമത്തെ കൽപ്പന 2ആക്കി 10 തികച്ചു. ഇതാണ് നമ്മൾ കർത്താവിന്റെ ദാസനിലൂടെ കേട്ട വചനം. നമ്മൾക്കറിയാം, കത്തോലിക്ക സഭയിലൂടെ പലപ്പോഴും ബൈബിളുമായിട്ട് വലിയ യാതൊരു ബന്ധവുമില്ലാത്ത നിലപാടുകളാണ് കത്തോലിക്ക സഭ എടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ ഉള്ള നാട്ടിലും അതുപോലെ തന്നെ മുക്കിലും മൂലയിലുമെല്ലാം ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും രൂപം ഉണ്ടാക്കി അതിനൊക്കെ ഓരോ പേരിട്ട്, ഓരോ പുണ്യവാളന്മാരുടെ പേര്, പുണ്യവാളത്തുകളുടെ പേരൊക്കെ ഇട്ട് മുൻപോട്ട് പോകുന്നു. അതുപോലെ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞ കത്തോലിക്ക സഭ വിശ്വസിക്കാൻ പാടില്ലാത്ത ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നു. അതുപോലെ ഒരു പുരോഹിതനെ, ഒരു സഭയുടെ ഇടയൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന് പറയുമ്പോൾ അവർ സഭയുടെ ഇടയനെ വിവാഹം കഴിക്കുന്ന വിവാഹം വിലക്കുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ ഒത്തിരി ഉപദേശങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങള് ഈ
ഗ്രൂപ്പിലൂടെ ഞങ്ങൾ പറയുന്നതായിരിക്കും. മൂന്നാമത്തെ എന്റെ ചോദ്യം, പ്രിയ കർത്താവിന്റെ ദാസനോട് ആയിട്ടുള്ള ചോദ്യം, ബൈബിൾ പ്രകാരം ദൈവാലയം എന്ന് പറയുന്നത് വിശുദ്ധ ജനമാണ്, അല്ലെങ്കിൽ നമ്മളാണ്. ബൈബിൾ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പൊ ദൈവത്തിന്റെ ആലയം, ദൈവം വസിക്കുന്ന ആലയം മനുഷ്യന്റെ ഹൃദയമാണ്, അല്ലെങ്കിൽ അവന്റെ ശരീരമാണ് ആലയം എന്ന് പറയുമ്പോൾ, കത്തോലിക്ക മുതലുള്ള പട്ടത്ത സഭകള് കെട്ടിടമാണ്, ആ കെട്ടിടത്തിന് വലിയ പദവി കൊടുത്തും വലിയ എന്തോ ഒരു വിശുദ്ധി കൊടുത്തും ആ സ്ഥലത്തിനും, അതുപോലെ തന്നെ പ്രത്യേക സ്ഥലത്തിനും പ്രത്യേക മലകൾക്കും പ്രത്യേക അതിന് പ്രത്യേകത കൊടുത്ത് അവിടെ ദൈവം വസിക്കുന്നു എന്ന് ചിന്തിക്കുന്ന കെട്ടിടങ്ങളും സ്ഥലങ്ങളും മലകളും ഒക്കെയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബൈബിളിന് ഇങ്ങനെ വിരുദ്ധമായിട്ട്? ബൈബിൾ പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരം, ആലയം എന്ന് പറഞ്ഞാൽ നമ്മളാണ്. ഇവർക്ക് മാത്രം കെട്ടിടമോ ഒരു പുണ്യസ്ഥലമോ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിന് മറുപടി പ്രിയ കർത്താവിന്റെ ദാസൻ നൽകുന്നതായിരിക്കും. പക്ഷേ അത് മ്യൂട്ട് മാറ്റാം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. നല്ല വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം അർഹിക്കുന്ന ഒരു വളരെ സ്പഷ്ടമായിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം, ഒരു പൊതുവിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു പള്ളി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്ന ലൊക്കേഷനിൽ നമ്മൾ ആ പള്ളിയുടെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ആ പള്ളിയിലേക്ക് തിരിയുന്ന വഴി, അല്ലെങ്കിൽ പള്ളിയുടെ എതിരെയുള്ള ബിൽഡിങ് എന്നൊക്കെ പറഞ്ഞാണ് ഇന്ന് നമ്മളൊരു ഐഡന്റിറ്റി ആക്കിയിരിക്കുന്നത്. ആക്ച്വലി പള്ളി എന്ന് പറഞ്ഞാൽ കർത്താവ് മത്തായി സുവിശേഷം 16:16 പറയുന്നത്, ഞാൻ എൻ്റെ പള്ളി പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നാ പറഞ്ഞത്. അപ്പോ പള്ളി എന്ന ഒരു കോൺസെപ്റ്റിനെ അത് സഭ എന്നുള്ള തലത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരം എന്നുള്ള തലത്തിൽ വിശുദ്ധ വേദപുസ്തകം അടയാളപ്പെടുത്തുന്നത് പാസ്റ്റർ ചോദിച്ചതുപോലെ അത് വിശുദ്ധന്മാരാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞു സ്നാനമേറ്റ് വിശുദ്ധ ജീവൻ നയിക്കുന്ന ആളുകളാണ് വിശുദ്ധ സഭ, അല്ലെങ്കിൽ ആലയം. അതാണ് പാസ്റ്റർ സൂചിപ്പിച്ച 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരവും ദൈവാത്മാവും നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടുക. എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്, യഹോവയായ ദൈവം ഇസ്രായേലിനെ കുറിച്ച് പരാതി പറയുന്നത്, നിങ്ങൾ എല്ലാ മൊട്ടക്കുന്നുകളിലും എല്ലാ ഉയരമുള്ള മലകളിലും നിങ്ങൾ പരസംഗം ചെയ്തു എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പം കേരളീയ പള്ളികളുടെ പശ്ചാത്തലം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളുടെ പശ്ചാത്തലം പഠിക്കുമ്പോൾ ഇവരെല്ലാം ഓരോ കുന്നിന്റെ മുകളിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം അതൊരു പക്ഷേ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലാതെയാണോ, അതല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ പ്രകാരമുള്ളതിനെ സംബന്ധിച്ച് പിശാച് അവരെ കൊണ്ട് ചെയ്യിച്ചതാണോ, ഇതൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നത് വളരെ ഉയർന്ന കുന്നിന്റെ മുകളിലേക്കാണ്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എപ്പോഴും ആളുകളുടെ ശ്രദ്ധയിൽ, വിസിനിറ്റിയിൽ പെടുന്ന ഒരു സ്ഥലത്താണ് ഇവയെല്ലാം വെച്ചിട്ടുള്ളത്. ഇപ്പൊ എല്ലാ ഉയർന്ന മലകളിലും അവര് ധൂപം കാട്ടിയെന്നും ഒക്കെ നമ്മൾ പഴയ നിയമത്തിൽ പറയുന്നത് പോലെ എല്ലാ കുന്നുകളുടെ മുകളിലും എല്ലാ ശ്രദ്ധേയമായ സ്ഥലങ്ങളിലും ഇത്തരം കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. ഈ കെട്ടിടങ്ങൾക്ക് ഒരു പ്രത്യേക ആകൃതിയാണുള്ളത്. നമുക്കറിയാം, അതിന്റെ 3-4 ഫ്രണ്ടിൽ 3-4 മുഖവാരവും അതിന് പല രീതിയിലുള്ള രൂപങ്ങളും അതിന്റെ മേലെ പലതരത്തിലുള്ള കുരിശുകളും ഒക്കെ വെച്ച് ജനങ്ങളുടെ ഇടയിൽ ക്രിസ്ത്യാനിയുടെ ആരാധനാലയം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആരാധനയ്ക്ക് കൂടുന്ന ഒരിടം എന്നുള്ള രീതിയിൽ അതും വന്നിരിക്കുന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ, ക്രിസ്ത്യാനിയുടെ ആലയം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ആരാധിക്കുന്നത് ഇത്തരം സ്ഥലങ്ങളിലും, ഹൈന്ദവന്റെ ആരാധനയും മറ്റൊരു തരത്തിലുള്ള ഒരു ബിൽഡിങ്ങിലും, ഇസ്ലാമിന്റെ ആരാധനയും മറ്റൊരു തരത്തിലുള്ള ബിൽഡിങ്ങിലേക്ക് പോകുമ്പോൾ, വിശുദ്ധ വേദപുസ്തക പ്രകാരം ഒരു വിശ്വാസി എന്നുള്ളത് തന്നെ ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമാണ്. ആ ജീവനുള്ള ദൈവം ആ വ്യക്തിയുടെ ഉള്ളിലാണ് വസിക്കുന്നത്. അത്തരം വ്യക്തികളാകുന്ന ആളുകൾ, അത്തരം വ്യക്തികളാകുന്ന ആ ആത്മീയ ദേഹങ്ങൾ ഒരുമിച്ച് കൂടുന്ന എവിടെയാണോ അവരുടെ മധ്യയാണ് ദൈവം വരുന്നത്. ഇതാണ് നമുക്ക് ഈ കത്തോലിക്ക പോലുള്ള പട്ടത്ത സഭകളിൽ നിന്നും ഇതര മതങ്ങളുടെ ആരാധനാക്രമത്തിൽ അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അമ്പലങ്ങളോ അല്ലെങ്കിൽ ദേവസ്ഥാനങ്ങളോ, അതുപോലെ ഇസ്ലാമിന്റെ മോസ്കുകളോ, കത്തോലിക്കരുടെ യാക്കോബായ ഓർത്തഡോക്സ്, CSI, മാർത്തോമ്മ, ആംഗ്ലിക്കൻ ആളുകളുടെ പള്ളികളോ, കാരണം ഇവരെ ഒന്ന് സംബന്ധിച്ച് അവരിനിയും
ക്രിസ്തുവിന്റെ ശരീരം എന്നുള്ള നിലയിൽ, ദൈവാലയം എന്നുള്ള നിലയിൽ അവരായിത്തീർന്നിട്ടില്ല. കാരണം വചനത്താലുള്ള ഒരു വീണ്ടെടുപ്പ്, വചനത്താലുള്ള ഒരു ശുദ്ധീകരണം, വചനത്താലുള്ള ഒരു വേർപാട് അവരിൽ ഇല്ലാത്തിടത്തോളം കാലം അവര് പള്ളികൾ എന്നുള്ള നിലയിൽ പൊതുജനത്തിന്റെ ദൃഷ്ടിയിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യമേ ഓർമ്മയിൽ വരിക അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ദേവാലയ സങ്കല്പമാണ്. എന്നാൽ ദൈവവചന അനുസാരികളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് തന്നെത്താൻ അറിയാം, നാം ആണ് ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരം. നമ്മിലാണ് ആ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. നാം ആണ് ദൈവത്തെ ആത്മാവലിസത്തിൽ ആരാധിക്കുന്നത്. നമ്മയാണ് ദൈവം ഈ ലോകത്തിന്റെ അന്ധകാരത്തിൽ വിളിച്ചത്. നമ്മയാണ് ദൈവം ഒരു ആരാധന, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം സ്തോത്രമെന്ന യാഗം അതിരങ്ങളിൽ നമുക്കാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നാം എവിടെ കൂടുന്നുവോ അവിടെയാണ് ആരാധനാലയം, അവിടെയാണ് ദൈവം ആരാധിക്കപ്പെടുന്നത്. അങ്ങനെ കൂടി വരുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമാണ്. ബൈബിൾ വെക്കുന്ന ഈ മനോഹരമായ ഒരു കാര്യത്തെയാണ് ഈ സഭകൾ തട്ടിച്ച് വഞ്ചിച്ച് പ്രത്യേക സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അത്തരം ആരാധനാലയങ്ങൾ പണിയുന്നത് തന്നെ നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് ഒരു ആരാധനാലയം പണിയുന്നതിന് ഓരോ വീട്ടുകാർക്കും ഏറ്റവും കുറഞ്ഞത് കൂലിപ്പണിക്ക് പോകുന്നവർക്ക് 50,000 രൂപയാണ് ഒരു പെനാൽറ്റി പോലെ എഴുതി കൊടുക്കുന്നത്. അത് 3-4 പ്രാവശ്യം കൊണ്ട് 50,000 കൊടുക്കണം. 50,000 മുതൽ 5 ലക്ഷം, 50 ലക്ഷം, കോടികളാണ് ഓരോ ഇടവക്കാരനും ഈ പള്ളി പണിയാനുള്ള കമ്മിറ്റി, പ്രത്യേകിച്ച് അവരുടെ പുരോഹിതൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ആർഭാടമായിട്ട് മൊസൈക്കിലും മാർബിളിലും അതുപോലെ വലിയ സ്വർണ്ണ ഫലകങ്ങളിലൊക്കെ തീർത്തി സാധനം പണിത് വെച്ച് അതിനുള്ളിൽ ദൈവം വസിക്കുന്നുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവര് ദൈവത്തോടുള്ള മറുതലിപ്പ്, മത്സരം നാൾക്ക് നാൾ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആളുകൾ, ദൈവത്തിന്റെ വചനത്താൽ മുൻ നിയമിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ആ ആരാധനാലയമായി ഈ സമൂഹത്തിൽ അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, ഈ ഇത്തരം കെട്ടിടങ്ങളിലോ ഈ മോടി പിടിപ്പിച്ച സൗധങ്ങളിലോ ഇവിടെ എവിടെയും ദൈവമില്ല. പ്രപഞ്ച സൃഷ്ടികർത്താവായ ദൈവം താൻ സൃഷ്ടിച്ച, തന്റെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വിശുദ്ധന്മാരുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. അവരാണ് ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരം. മറ്റത് വെറും കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. എന്നാൽ ഈ ഇത്തരം വചനവിരുദ്ധമായ കാര്യങ്ങളിൽ പ്രസാദിക്കുന്ന മറ്റൊരുവനുണ്ട്. അവൻ ലൂസിഫറാണ്, അല്ലെങ്കിൽ പിശാചാണ്. അവര് ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടുന്നതും അവിടെ ഉയർത്തപ്പെടുന്നതും ദൈവമല്ല, ക്രിസ്തുവല്ല, മറിച്ച് അവർ ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആരാധനകളും പ്രാർത്ഥനകളും എല്ലാം ഏറ്റെടുക്കുകയും അതിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന, അവർക്ക് നന്മ പ്രദാനം ചെയ്യുന്ന മറ്റൊരുവനുണ്ട്, ആന്റി ക്രൈസ്റ്റ്, അല്ലെങ്കിൽ അവന്റെ ആത്മാവ്. അത് ഇന്ന് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു സങ്കടം. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്ക് ശരിയാണ് എന്നൊരു തോന്നലുണ്ടായാൽ തീർച്ചയായിട്ടും അത് തന്നെ നമ്മുടെ വീഡിയോയുടെ അല്ലെങ്കിൽ നമ്മളുടെ എഫേർട്ടിന്റെ, പ്രയത്നത്തിന്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണുകയാണ്. എന്നോട് ചോദിച്ച 3 ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ മറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ തൃപ്തികരമായ ഒരു മറുപടി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കർത്താവിന്റെ ദാസനിലൂടെ 3 ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള മറുപടി നമുക്ക് നൽകുവാൻ ഇടയായി തീർന്നു. വളരെ നന്ദി. കർത്താവിന്റെ ദാസൻ നന്ദി അറിയിക്കുന്നു. അവസാനമായി ചോദ്യം ഇങ്ങനെയായിരുന്നല്ലോ, ബൈബിൾ പ്രകാരം യഥാർത്ഥത്തിൽ ആലയം എന്ന് പറഞ്ഞാൽ നമ്മളാണ്, നമ്മുടെ ശരീരമാണ്, നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന്റെ ആലയം. എന്നാൽ പട്ടത്വ സഭകൾ, അല്ലെങ്കിൽ കത്തോലിക്ക മുതൽ തുടങ്ങിയുള്ള പട്ടത്വ സഭകൾ പുണ്യ എന്ന് പറയുന്ന ദൈവം വസിക്കുന്ന ആലയം എന്ന പോലെ മനോഹരമാക്കുകയും അതുപോലെ തന്നെ പല കുന്നുകളിൽ അവര് പ്രത്യേക എന്തോ അത്ഭുതങ്ങൾ നടക്കുന്നു, അവിടെ ദൈവ സാന്നിധ്യം കൂടുതലുണ്ട് എന്നുള്ള നിലയിലേക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങോട്ട് ആകർഷിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് തെറ്റാണ്, ബൈബിൾ വിരുദ്ധമാണെന്ന് ഇപ്പോൾ കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളാണ് ദൈവത്തിന്റെ മന്ദിരം. ഇന്നിവിടെ അമ്പരചുംബികളായ സൗധങ്ങളിൽ ഒന്നുമല്ല ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിലാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം. ദൈവത്തിന് വിശുദ്ധമായി, ദൈവത്തിന്റെ ഹിതത്തിനനുസരണമായിട്ട് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ആലയങ്ങളാക്കി സമർപ്പിച്ച്
മുൻപോട്ട് പോവുക. ഈ ലോകത്തിൽ ഒറ്റ കൊടുങ്കാറ്റിനോ അല്ലെങ്കിൽ മറ്റുള്ള ഭൂകമ്പങ്ങൾക്കോ ഉരുൾപൊട്ടലിനോ തകർത്ത് കളയുവാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്ന, തകർന്നു പോകുവാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയുള്ള അമ്പലങ്ങൾ, ഇങ്ങനെയുള്ള ആലയങ്ങളിലോ പുണ്യസ്ഥലം എന്ന് പറഞ്ഞ് മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ഒന്നിലേക്കും നിങ്ങൾ ചെന്നെത്തരുത്. ഇത് ശപിക്കപ്പെട്ട ഭൂമിയാണ് ആദാമിന്റെ പാപനിമിത്തം. ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ ഒരു പുണ്യ ആലയമില്ല. ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ ഒരു പുണ്യ നദിയില്ല, ഒരു പുണ്യമലയില്ല. നിങ്ങളാണ് വിശുദ്ധമായി ജീവിക്കേണ്ടതെന്നുള്ള സന്ദേശമാണ് കർത്താവിന്റെ ദാസൻ അവസാനമായി നമുക്ക് നൽകിയത്. അത് അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി സമർപ്പിച്ച് നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം എന്ന് പറഞ്ഞ് വീണ്ടും നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കണം. ഇനി ഇതിനെക്കുറിച്ചുള്ള തുടർന്നുള്ള ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുണ്ട്. അതെല്ലാം നിങ്ങൾ ഈ ഞങ്ങളുടെ ഈ ചാനലിലൂടെ നിങ്ങൾ ശ്രമിക്കണം, മനസ്സിലാക്കണം, ഗ്രഹിക്കണം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കണം. അതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.